നമസ്കാരം പ്രിയമുള്ളവരെ, കരാട്ടക്കാരൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ജനുവരി മാസം 25-ാം തീയതിയാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ ഷിട്ടോറി കരാട്ടെ ടു ഇന്റർനാഷണൽ ചാമ്പ്യൻസ് കരാട്ടെ അക്കാഡമിയുടെ 2026 വർഷത്തെ ഒന്നാമത്തെ ഇന്റർ ഡോജോ കരാത്തെ ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു നടന്നിരുന്നത്. ഇന്നത്തെ ദിവസം രാവിലത്തെ സെക്ഷൻ 11 വയസ്സ് വരെയുള്ള ആൺകുട്ടികളുടെ ചാമ്പ്യൻഷിപ്പുകളായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 11 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികളുടെ ചാമ്പ്യൻഷിപ്പാണ്. അതുപോലെ തന്നെ നാളെ 26 നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ പെൺകുട്ടികളുടെ ചാമ്പ്യൻഷിപ്പാണ്. ഇന്നത്തെ ചാമ്പ്യൻഷിപ്പ് വളരെ പ്രൗഢഗംഭീരമായി നടന്നു. ഇന്നത്തെ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് നടന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കൃത്യം 9 മണിക്ക് തന്നെ ചാമ്പ്യൻഷിപ്പുകൾ ആരംഭിച്ചു എന്നുള്ളതാണ്. അതിന് മുന്നോടിയായിട്ട് 8 മണി മുതൽ 9 മണി വരെ 2026 ചാമ്പ്യൻഷിപ്പിന്റെ വേൾഡ് കരാട്ടെ ഫെഡറേഷന്റെ ചാമ്പ്യൻഷിപ്പ് നിയമങ്ങളെ പറ്റി ഉള്ള ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുകയുണ്ടായി. എല്ലാ കുട്ടികളും കൃത്യം 8 മണിക്ക് തന്നെ എത്തിച്ചേർന്നിരുന്നു. അതിനുശേഷം 9 മണി മുതൽ ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചു. ചാമ്പ്യൻഷിപ്പുകളുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് കൃത്യം 10 മണിക്ക് നമ്മളുടെ തേവലക്കരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ആർ അരുൺരാജ് അവറുകൾ നിർവഹിച്ചു. അപ്പോൾ ഈ ചടങ്ങിൽ കിയോഷെ സാൽകുമാർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചിരുന്നു. അപ്പോൾ വളരെ നല്ലൊരു ചടങ്ങായിരുന്നു. ചടങ്ങ് ഒരു അരമണിക്കൂർ കൊണ്ട് അവസാനിപ്പിച്ചതിന് ശേഷം വീണ്ടും ചാമ്പ്യൻഷിപ്പിലേക്ക് കടന്നു. ഈ ചടങ്ങിൽ ശ്രീ ആർ അരുൺരാജ് അവറുകളെ പൊന്നാട എണീച്ച് ആദരിക്കുകയുണ്ടായി. വളരെ നല്ല രീതിയിലുള്ളൊരു ചടങ്ങായിരുന്നു. അപ്പം ചടങ്ങിൻ്റെ ബാക്കിയുള്ള വീഡിയോസും ഫോട്ടോസും സെക്ഷൻസും ഒക്കെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. തഴച്ചു വളരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ നൽകുന്ന ഈ നന്മയുടെ പ്രതിരോധത്തിന്റെ അടിത്തറ വളരെ വിശാലമായ ഒരു ആകാശത്തേക്ക് പറന്നുയരാൻ ഇവർക്ക് സഹായമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.
ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടാണ്. അതുപോലെ തന്നെ 8 ഗ്രേഡ് എക്സാമിനേഷനുകൾ പങ്കെടുത്തിട്ടാണ്. അതുപോലെ തന്നെ 250 അറ്റൻഡൻസ് പൂർത്തിയാക്കിയിട്ടാണ്. അങ്ങനെ നിരവധിയായ കടമ്പകൾ പൂർത്തിയാക്കിയിട്ട് മാത്രമേ നമ്മുടെ സ്കൂളിലെ സിസ്റ്റമാറ്റിക് സംവിധാനമെല്ലാം പ്രോപ്പർ വേയിൽ പാലിച്ചിട്ട് മാത്രമേ അതെല്ലാം ബ്ലാക്ക് ബെൽറ്റ് റാങ്കിലേക്ക് എത്തിച്ചേർന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ബ്ലാക്ക് ബെൽറ്റ് റാങ്കിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നാളെ ബ്ലാക്ക് ബെൽറ്റ് കാറ്റഗറി മത്സരിക്കുന്നവരുണ്ട്, ബ്ലാക്ക് ബെൽറ്റ് എടുക്കുന്നവരുണ്ട്, എടുക്കാനുള്ളവരുണ്ട്. നിങ്ങൾ നാളെയുമായിട്ട് നടക്കുന്ന ഓരോ മത്സരങ്ങളിലും നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ 4 മാസം കൂടുമ്പോൾ ഓരോ തവണ വിഘ്നേഷ്, മറ്റ് ഒഫീഷ്യൽസ്, പ്രിയമുള്ള സ്റ്റുഡൻസ്, പ്രിയമുള്ള പേരൻസ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, തിരക്കുള്ള ദിവസമാണ്. ഈ ചാമ്പ്യൻഷിപ്പിന്റെ പ്രസക്തിയെ കുറിച്ചൊക്കെ സെൻസറി പീറ്റർ രാജ് സേവനക്കും നമ്മുടെ നമസ്കാരം. ഷിറ്റോറിയോ കരാട്ടെ ഡോ ഇൻ്റർനാഷണൽ ചാമ്പ്യൻസ് കരാട്ടെ അക്കാഡമിയുടെ ഈ വർഷത്തെ ആദ്യത്തെ ഇൻ്റർ ഡോജോയാണ് ഇന്നും നാളെയുമായിട്ട് തേവലക്കര മുളക്കൽ ബിൽഡിങ്ങിലുള്ള ഹോംബോ ഡോജോയിൽ വെച്ച് നടക്കുന്നത്. ഈ 2 ദിവസമായിട്ട് ഏകദേശം 300ഓളം തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിസിപ്പൻസ്, ഈ 2 ചാമ്പ്യൻഷിപ്പുകളും ഗ്രീൻ ബെൽറ്റിന് മുകളിലുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. 300ഓളം തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിസിപ്പൻസ് മത്സരിക്കുന്നു. ഇങ്ങനെ മത്സരിക്കുന്നതിലൂടെ നമുക്ക് ഈ വർഷത്തേക്കുള്ള ചാമ്പ്യന്മാരെ കണ്ടെത്തുവാനും അവരെ കൊല്ലം ജില്ലാ കരാട്ടെ ഡോ അസോസിയേഷൻ്റെ ചാമ്പ്യൻഷിപ്പിലും അതിൽ നിന്നും ജയിക്കുന്നവർക്ക് സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിലും പിന്നീട് നാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിലും ഒക്കെ പങ്കെടുക്കാൻ പറ്റുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചാമ്പ്യൻഷിപ്പാണ് ഇന്നും നാളെയുമായി ഇവിടെ നടക്കുന്നത്. ഈ ചാമ്പ്യൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം 2026 വേൾഡ് കരാട്ടെ ഫെഡറേഷൻ്റെ റൂൾസിലെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുവാനും അതിന് പ്രാപ്തരാക്കുവാനും ഒക്കെയാണ് ഈ ചാമ്പ്യൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വരാൻ പോകുന്ന സ്കൂൾ തല അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തല ചാമ്പ്യൻഷിപ്പുകളൊക്കെ പുതിയ റൂൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ളൊരു അവബോധം ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ചാമ്പ്യൻഷിപ്പിൻ്റെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട അംഗം ആർ അരുൺരാജ് നിർവഹിച്ചു. നാളത്തെ ചാമ്പ്യൻഷിപ്പിൻ്റെ ഉദ്ഘാടനം നമ്മുടെ സംസ്ഥാന മുൻ തൊഴിൽ വകുപ്പ് മന്ത്രിയും ചവറയുടെ MLA ഒക്കെ ആയിട്ടിരുന്ന ശ്രീ ഷിബു ബേബിയോൺ അവറുകളാണ് നാളത്തെ ചാമ്പ്യൻഷിപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഈ 2 ചാമ്പ്യൻഷിപ്പുകളിലുമൊക്കെ മികച്ച പ്രതിഭകളെ കണ്ടെത്തുന്നതോടുകൂടി ഈ വർഷത്തെ 1ാമത്തെ ഇൻ്റർ ഡോജോ ഇവിടെ നാളെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പിൽ പേരൻസിൻ്റെ ഒരു വലിയ പങ്കാളിത്തവും കൂടി ലഭിച്ചതോടുകൂടി ഇതൊരു നല്ല രീതിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഇതിൻ്റെ സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മുടെ കിയോയുടെ നാഷണൽ റഫറീസും കരാട്ടെ കേരള അസോസിയേഷൻ്റെയൊക്കെ ജഡ്ജസും റഫറീസും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഈ ചാമ്പ്യൻഷിപ്പ് തുടക്കത്തിൽ തന്നെ ഒരു വിജയമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. താങ്ക് യു. ഈ ഡോജോയുടെ പേരിലും നന്ദി അറിയിച്ചു. നമ്മുടെ ഉദ്ഘാടനം നിർവഹിച്ച അരുൺരാജ് അണ്ണനെ എൻ്റെ പേരിലും ഈ ഡോജോയുടെ പേരിലും നന്ദി അറിയിച്ചു. നമ്മുടെ ഈ 2026 ആദ്യത്തെ 3 ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പുകളിൽ ആദ്യത്തെ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പാണ് ഇന്ന് നടക്കുന്നത്. മാഷി പറഞ്ഞ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലെല്ലാം പങ്കെടുക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണിത്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സ്പീച്ചിൽ വളരെ കൃത്യമായി പ്രതിപാദിക്കട്ടെ. നമ്മുടെയൊക്കെ പ്രശ്നം, നമ്മളാരും